വീഡിയോ എന്ന് പറയുന്നത് ഒരു നല്ല പ്രോട്ടീൻ ലഡുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പ്രോട്ടീൻ ലഡു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ലഡു ആണെന്ന്. അല്ല. നമ്മുടെ എല്ലാ സാധാരണക്കാർക്കും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ചില നാടൻ ഐറ്റംസ് നമ്മുടെ വീട്ടിലുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ഗുണങ്ങൾ പോലും അറിയാൻ വയ്യാത്ത ചില ഐറ്റംസ് ഉണ്ട്. അങ്ങനത്തെ നല്ല മെഡിസിനൽ ബെനിഫിറ്റ്സും ഹെൽത്ത് ബെനിഫിറ്റ്സും ഒക്കെയുള്ള നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള നമുക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള നല്ല നാടൻ ഐറ്റംസ് വെച്ച് ഉണ്ടാക്കുന്ന നല്ലൊരു ഹെൽത്തി ലഡുവാണ് കേട്ടോ. അത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിരുന്നാൽ ദിവസം ഓരോന്നോ രണ്ടോ കഴിച്ചാൽ മതി. നമുക്ക് ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഈ ഓട്ടങ്ങൾക്കിടയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ഒന്നും ലഭിക്കാറില്ല. അപ്പോൾ ഇത് ഓരോന്ന് കഴിക്കാമെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത് ഒരുവിധമെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കപ്പലണ്ടിയിൽ എന്തുമാത്രം ഗുണങ്ങളാണ് ഉള്ളത്. ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണ്. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ചട്നിക്ക് എടുക്കുന്ന കടലയില്ലേ, പൊരികടല, ആ പൊരികടല 1 കപ്പ്. എല്ലാം ഓരോരോ കപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് ബൾക്ക് എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്, കാരണം കുറച്ച് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ 1 കപ്പ് വെള്ള എള്ളും 1 കപ്പ് കറുത്ത എള്ളും. എള്ളിൻ്റെ ഗുണങ്ങൾ പറയണ്ടല്ലോ. നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും അതിൽ കാൽസ്യം, വിറ്റമിൻസ് ഒക്കെ ഒരുപാട്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒത്തിരിയുള്ള ഒരു ഐറ്റമാണ് എള്ളെന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതും ഒന്ന് വറക്കുക എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഒന്ന് പൊരാന്ന് പൊട്ടുന്ന ഒരു സൗണ്ട് വരും. ആ സൗണ്ട് വരുന്നത് വരെ അത് വറക്കണം. അതൊരു 5 മിനിറ്റൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പം തന്നെ പൊരുപൊരന്ന് പൊട്ടും. അതുപോലെ തന്നെ ഫ്ലാക്സ് ഒമേഗ 3 ഒരുപാടുള്ള ഒരു സീഡാണത്. ഫ്ലാക്സ് സീഡ് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ ഇതേ കണ്ടില്ലേ, പൊരുപൊരാന്ന് ഇങ്ങനെ ഒരു 5 മിനിറ്റിന് ഇടയ്ക്ക് വെച്ച് പൊട്ടും. അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ മധുരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഡേറ്റ്സും കറുത്ത മുന്തിരിയാണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് ഇടാം. നമുക്ക് എത്ര മധുരം വേണോ അത്ര ഇടാം. ഇല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ കുറച്ച് കരിപ്പൊട്ടി പൊടിച്ച് വേണമെങ്കിൽ ഇടാം. ഇനി ഈ ഡേറ്റ്സും റൈസിൻസും കൂടി മിക്സിയിൽ വെച്ച് ഒന്ന് പൾസ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ഈ പൊടി കുറേശ്ശെയായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇതുപോലെ ഒന്ന് ഈവനായിട്ട് എല്ലാം കൂടെ ഒരുപോലെ കിട്ടും. ഇനി നമുക്കിഷ്ടപ്പെട്ട ഷേപ്പിൽ ഉരുട്ടി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് പൊടി പ്രത്യേകമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി ഉരുട്ടി ലഡു പോലെയും വെച്ചിട്ടുണ്ട്. ഈ പൊടി എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഈ പൊടിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കുറച്ച് റാഗിയും കൂടെ ചേർത്ത് ഒരു 2 ചെറുപഴവും കൂടി ഇട്ടിട്ട് ഒരല്പം പാലും കൂടി ഒഴിച്ച് ഒന്ന് കുറുക്കി കഴിക്കാമെങ്കിൽ നല്ല ഒരു സ്മൂതി പോലെയാവും. അത് നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തുമാണ്, ലോ കലോറിയുമാണ്. അപ്പോൾ അത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് ദോശ ചുടുമ്പോഴത്തേക്ക് ആ ദോശയിലിടാം, പുട്ടുപൊടിയിലിടാം, ചപ്പാത്തി പൊടിയിലിടാം. അങ്ങനെയൊക്കെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. നല്ല ഗുണമുള്ള പൊടിയല്ലേ. അതിനുവേണ്ടിയാണ് ഞാൻ കുറച്ച് പൊടി ഇങ്ങനെ മാറ്റി വെച്ചത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണം. ഇതിനൊട്ടും മധുരമില്ല കേട്ടോ. ഇത് ഒട്ടും മധുരമില്ല. അതുകൊണ്ട് ടേസ്റ്റ് വളരെ കുറവാണ്. ആ കപ്പലണ്ടിയൊക്കെ വെറുതെ കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഉള്ളൂ. തന്നെയല്ല, എള്ള് ചേരുമ്പം അതിന് ആ കപ്പലണ്ടിയുടെ ആ ഒരു ചെറിയ സ്വീറ്റ്നെസ് പോലും അങ്ങ് കുറഞ്ഞു പോകും. പിന്നെ നമ്മൾ ഈ ഡേറ്റ്സും റൈസിൻസും ഇരുന്നതിൻ്റെ ആ ഒരു മധുരം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അല്പം കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കരിപ്പെട്ടി അങ്ങോട്ട് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളായിരുന്നോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ എങ്ങനെയാണ് കരിപ്പെട്ടി കൂടുതൽ ഇട്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇതുപോലുള്ള ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. ബൈ.